ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SSCക്ക് വേണ്ടി റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷണൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ 5 സെക്കൻഡിനകത്ത് സോൾവ് ചെയ്യാന്ന് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് A is to B is 4 is to 5, B is to C is 3 is to 10, then A is to C is. ഫസ്റ്റ് A is to B എന്നെന്താ 4 is to 5. ഇനി B is to C യോ 3 is to 10. ഇന്നെങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും? കമ്പൈൻ എളുപ്പമാണ്. വേക്കൻറ്റ് സ്പേസസ് ഇല്ലേ, അതിൻ്റെ അപ്പുറത്ത് എന്താണോ ഡിജിറ്റ് അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് എഴുതാം. 5 ആണെങ്കിൽ 5 എന്ന് എഴുതാം, 3 ആണെങ്കിൽ 3 എന്ന് എഴുതാം. ഇനി അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 12:15:50. നമുക്ക് A is to Cൻ്റെ റേഷ്യോ വേണ്ടേ, ദാറ്റ് ഈസ് 12:50 ആൻഡ് ദാറ്റ് ഈസ് 6:25. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി 6:25 ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് A is to B is 3:7, then find the value of 2A plus 3B ratio with 3A plus 2B. സിമ്പിൾ ആണിത്. ഇതിൻ്റെ മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് എയിനും ബിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 × 3 6 എന്ന് വരും. 6 + 3 × 7 21 എന്ന് വരും. 6 + 21 ദാറ്റ് ഈസ് 27 വരുന്ന ഒരു ഓപ്ഷൻ ഡിയിൽ. ഇനി 3A plus 2B നോക്കാം. 3 × 3 ഇറ്റ് ഈസ് 9 + 2 × 7 ഇറ്റ് ഈസ് 14. 9 + 14 ദാറ്റ് ഈസ് 23. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കോ. ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ മെത്തേഡ് ഉണ്ട്. A എന്ന് പറയുമ്പോൾ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, C എന്ന് പറയുമ്പോൾ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇനി ഓപ്ഷൻ 1 എയിൽ നോക്കിക്കോക്ക്. 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, ക്യാൻസൽ ചെയ്യും. ബിയിൽ നോക്കിയോക്ക്. A 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, ക്യാൻസൽ ചെയ്യും. ഇനി കൺഫ്യൂഷൻ വരാം സിയിലും ഡിയിലും കൺഫ്യൂഷൻ വരാം. ഇനി നോക്ക്, ഇതിൽ ഡയറക്റ്റ് ആയിട്ട് എന്റെ വാല്യൂ 4 എന്ന് വന്നിട്ടുണ്ട്. A 4 ആണെച്ചാൽ B 5. പക്ഷേ 10 ആകണമെങ്കിൽ, C 10 ആകണമെങ്കിൽ ബിന്റെ വാല്യൂ 3 ആകണം. ഒരിക്കലും 5 അല്ല. അപ്പോൾ ഒരിക്കലും 10 വരാൻ വഴിയില്ല. 2 സെക്കൻഡിലുള്ള ആൻസർ കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ സ്കൂൾ ടു ദ നമ്പർ ഓഫ് boys and girls in that school is. The ratio of number of boys in the school to the total number of boys and girls in that school is 7:17. If the number of boys in that school is 1099, then how many girls are there in the school? ഈ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഈവൻ ടച്ചിങ് പെൻ ആൻഡ് പേപ്പർ യു ക്യാൻ സോൾവ്. പറഞ്ഞ തന്നെ ബോയ്സിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 7, ടോട്ടൽ എന്ന് പറയുമ്പോൾ 17 പാർട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബോയ്സ് ഇസ് ടു ടോട്ടൽ വിൽ ബി 7/17. ഇനി 1099 ഡിവൈഡ് ബൈ 7G, അപ്പോൾ കിട്ടും 157 കിട്ടും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ? 7 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇൻറ്റു 157 ചെയ്യുമ്പോഴാണ് 1099. എന്നാൽ മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 1099. അപ്പോൾ 7 units equal to 1099. 1 unit equal to 157. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര? 17 × 157. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 17 × 157 ദാറ്റ് ഈസ് 2669 മൈനസ് നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നമുക്ക് ഗേൾസ് നമ്പർ കിട്ടും. ദാറ്റ് ഈസ് 2669 മൈനസ് 1099. അപ്പോൾ ആൻസർ 1570 കിട്ടും. കാണിച്ചു തരാം. ക്വസ്റ്റ്യനിൽ വന്നത് ബോയ്സ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ 7/17. ഇനി ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1099. അപ്പോൾ 7 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 1099 കിട്ടുക? ദാറ്റ് ഈസ് 157. അപ്പോൾ ഒബ്വിയസ്ലി 17നെയും യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 157. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ 2669 കിട്ടും. ഇനി ടോട്ടലിൽ നിന്ന് ബോയ്സ് മൈനസ് ചെയ്ത് നമുക്ക് ഗേൾസ് നമ്പർ കിട്ടില്ലേ? ചെയ്താൽ നമുക്ക് ആൻസർ 1570 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി 1570 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ തേർഡ് പ്രൊപ്പോർഷൻ ടു 7 and 63? ഇനി ABCD എപ്പോഴാണ് പ്രൊപ്പോർഷണൽ ആവുക? A/B = C/D. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് സംഖ്യ 7 ഉം 63. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? 7 63 രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്പറിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ 63 നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. 63/D. ഇനി നോക്കൂ ഇവിടെ, ദാറ്റ് ഈസ് 7/63 വിൽ ബി ഈക്വൽ ടു 63/D. 7 9s are 63. D എന്ന് പറയുമ്പോൾ 9 × 63. അപ്പോൾ ആൻസർ 567. 63 × 10 എത്ര? 630. 630 മൈനസ് 63 എത്ര? 630 മൈനസ് 60 എത്ര? 570. 570 മൈനസ് 3 എത്ര? 567. ഓക്കെ, അപ്പോൾ 567 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സംഖ്യ റിപ്പീറ്റ് ആയിട്ട് എഴുതി D എന്ന് എഴുതാം.
ഡി ആണ് നമ്മുടെ തേർഡ് പ്രപ്പോർഷൻ. എ ബൈ ബി ഈക്വൽ ടു ബി ബൈ ഡി. അപ്പോൾ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ ഡി. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് സി ജി എല്ലിന് ചോദിച്ചൊരു ക്വസ്റ്റിന് 2 സെക്കൻഡോ ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ ഇതാണ് ഓപ്ഷൻ. ആൻസർ പറയുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എങ്ങനെ കിട്ടിയെന്നല്ലേ? റൂട്ട് ഓഫ് മീൻ പ്രപ്പോർഷൻ ഓഫ് 2 ഡിജിറ്റ്. ഓക്കെ, സപ്പോസ് 2 ഡിജിറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈയുടെ മീൻ പ്രപ്പോർഷൻ എന്താ? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, പറഞ്ഞേ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഹോൾ ക്യൂബ് ഇൻറ്റു എ പ്ലസ് ബി ഹോൾ ക്യൂബ് ബൈ എ മൈനസ് ബി. ഇതിൻ്റെ മീൻ പ്രപ്പോർഷൻ ആണ് ഇവിടെ പറയാം. ആൻഡ് ദാറ്റ് വിൽ ബി, അപ്പോൾ ഇവിടെ എ പ്ലസ് ബിയുടെ പവർ എത്ര? റേസ് ടു ദ പവർ 4. എ മൈനസ് ബിയുടെ പവർ റേസ് ടു പവർ 4. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി സിംപ്ലി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. വിത്തൗട്ട് ടച്ചിങ് ദ പെൻ ആൻഡ് പേപ്പർ എനിക്ക് എളുപ്പത്തിൽ ആൻസർ മാർക്ക് ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂ. ഇതും അത് 2 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നോക്ക്. 6x പ്ലസ് 5y ഈസ് ടു 6x മൈനസ് 5y ഈക്വൽ ടു 11/5. അപ്പോൾ നമുക്ക് 6x/5 റേഷ്യോ എന്താ വരിക? 16/6 എന്ന് പറയും. 16/6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8:3. എന്താണ്? 6x/5y ഈക്വൽ ടു 8:3. ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യും. 2 4 6, 2 4 6 8. അപ്പോൾ x/y എന്ന് വരുമ്പോൾ 5 20/9. എത്ര സെക്കൻഡ് എടുത്തു? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സപ്പോസ് എ പ്ലസ് ബി ബൈ എ മൈനസ് ബിയുടെ വാല്യൂ എനിക്ക് 11/5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എ ബൈ ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി സിംപ്ലി ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഇൻ ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്തായിരിക്കും? ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ, ദാറ്റ് ഇസ് 11 പ്ലസ് 5. ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ, 11 മൈനസ് 5. That will be 16/8. Okay, by 6. Okay, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് 6x പ്ലസ് 5y ബൈ 6x മൈനസ് 5y ഈക്വൽ ടു 11/5. ആൻഡ് ദാറ്റ് വിൽ ബി ഇവിടെ 6x/5y എന്ന് പറയുമ്പോൾ 16/6. ദാറ്റ് വിൽ ബി 8/3. ഇനി ഇവിടുന്ന് x/y എന്ന് പറയുമ്പോൾ that will be 8 2 4 6. That will be 5 into 4 is 20/9. This is the answer. Okay, അപ്പോൾ 2 സെക്കൻഡ് ഏതെങ്കിലും ഒരു സംഖ്യ 8/a പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സം റേഷ്യോ എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എ ബൈ ബിയുടെ റേഷ്യോ എന്താണ്? ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കാം. ഈ 4 numbers 39 117 17 and y are in proportion, find the value of y. പ്രൊപ്പോർഷൻ അല്ലേ? 39/117 ഈക്വൽ ടു 17/y. ഇതാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 39 117 3 പ്രാവശ്യം പോകും. y എന്ന് പറയുമ്പോൾ 17 × 3 51. ഓക്കെ, അതാണ് ആൻസർ. 51 ആൻസർ. ഇതും അത് 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എം ഡിനോട്ട് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 16 and 9. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് 16 × 9. 16ന്റെ റൂട്ട് എന്താ? 4. 9ന്റെ റൂട്ട് എന്താ? 3. ദാറ്റ് ഈസ് 4 × 3 12. m ഈക്വൽ ടു 4 × 3 ദാറ്റ് ഈസ് 12. ആൻഡ് n ഡിനോട്ട് ദ തേർഡ് പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ. ഞാൻ പറഞ്ഞു തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് ഒന്നും കൂടി എഴുതി ഡി എന്ന് എഴുതുക. ബൈ 15 ഈക്വൽ ടു 15/d. അപ്പോൾ എനിക്കിവിടെ 3 5, എനിക്കിവിടെ 5. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഇനി റേഷ്യോ എന്തിൻ്റെ വേണ്ടേ? ഈ 12ൻ്റെയും റേഷ്യോ അല്ല വേണ്ടേ. എനിക്കിവിടെ എന്നിൻ്റെയും വാല്യൂ കിട്ടി. എന്നിൻ്റെ വാല്യൂ കിട്ടിയത് എന്താണ്? എന്നിൻ്റെ വാല്യൂ കിട്ടിയത് ദാറ്റ് ഈസ് 25. ഇനി 5 × 12 60 പ്ലസ് 3 × 25 75. ആൻഡ് ദാറ്റ് വിൽ ബി 135. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 1.6 ആൻഡ് 3.6? അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താ? മീൻ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ റൂട്ട് ഇൻറ്റു എ ഇൻറ്റു ബി. 1.6ൻ്റെ റൂട്ട് എന്താണ്? 0.4 ഇൻറ്റു 3.6 എന്താണ്? 0.6. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? 2.4 എന്ന് വരും. ഇനി തേർഡ് പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞു 8 2 പ്രാവശ്യം എഴുതാൻ ബൈ ഡി. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ എന്താ? 64/5. അപ്പോൾ എനിക്ക് 2.4ൻ്റെയും 12.8ൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞത്. ഓക്കെ, അതായത് സിമ്പിൾ. എനിക്ക് 24 എടുക്കാം, ഈസ്റ്റ് 128 എടുക്കാം. 8 8 24 3 പോവും. ഇവിടെ 16.
3:16 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. വെറും 2 സെക്കൻഡ് മതി ഗൈസ് ഒക്കെ സോൾവ് ചെയ്യാൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇനീഷ്യലി ഇൻ ദ കോളേജ് ഇസ് 5:6. 40 boys leave the college and 50 girls join the college. The ratio become 8:11. Find the number of girls initially in the college. ഗൈസ് ഒരു 2 സെക്കൻഡ് മാത്രം മതി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. നമുക്ക് എന്താ വേണ്ടേ? ഇനീഷ്യലി എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? ഇനീഷ്യലി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ എന്താ? 5:6. അപ്പോൾ ഗേൾസിൻ്റെ റേഷ്യോ എപ്പോഴും ഒരു 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 740 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 860 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 720 അതെ. 640 അല്ല. ഓക്കെ, 2 സെക്കൻഡിൽ ആൻസർ. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട നമുക്ക് റൈറ്റ് ആൻസർ ചൂസ് ചെയ്താൽ മതി. ഇനീഷ്യൽ ഗേൾസ് ചോദിച്ചിട്ട് ഇനീഷ്യൽ ഗേൾസിന് റേഷ്യോ 5:6 തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദിസ് ഇസ് CGL ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്കിതിൽ എങ്ങനെ അത് നമുക്ക് ചെയ്യാൻ നോക്കാം. ഇനീഷ്യലി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ വന്നിരിക്കുന്നത് 5:6. ഇനി എത്ര ഗേൾസ് വന്നു, എത്ര ബോയ്സ് വന്നു? 40 ബോയ്സ് സ്കൂൾ കോളേജ് വിട്ടു പോയി, 50 ഗേൾസ് ചേർന്നു. അപ്പോൾ 5x എത്ര ബോയ്സ് കോളേജ് വിട്ടു പോയി? 40. എത്ര ഗേൾസ് വന്നു? ദാറ്റ് വിൽ ബി 6x plus 50. And the ratio become equal to 8/11. ഇവിടുന്ന് സിംപിളി 55x മൈനസ് 440 ഈക്വൽ ടു 48x പ്ലസ് 5x40 400. ഇവിടുന്ന് ദാറ്റ് ഈസ് 7x ഈക്വൽ ടു 840. ദാറ്റ് ഈസ് x ഈക്വൽ ടു 120. എക്സ് 120 ആണ് വെച്ചാൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുമ്പോൾ 6 into 120 ദാറ്റ് ഈസ് 720 ആണ് ആൻസർ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് ആൻസർ ചൂസ് ചെയ്യുക, അത് മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എം വാരീസ് ഇൻവേഴ്സ്ലി ആസ് n² + 3. അപ്പോൾ എം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/n² + 3. ഇനി ഞാൻ 2 ഇക്വേഷൻ ഈക്വൽ ആക്കാനായിട്ട് ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ കോൺസ്റ്റന്റിന്റെ പേര് ഞാൻ k എന്നെടുക്കുന്നു. ഈക്വൽ ടു k/n²+. ഇനി ഫസ്റ്റ് കേസിൽ നോക്ക്, ഇഫ് m is 3 ആൻഡ് വെൻ n is 3, n എന്ന് വെച്ചാൽ എന്താണ്? m3 n3. അപ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ n², 3² 9, 9 + 3 എന്താ? 12. ഓക്കെ, അപ്പോൾ k എന്താ? k ഈക്വൽ ടു 12 × 3 36 എന്ന് വരും. 36 എന്ന് കിട്ടി. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് m വെൻ n² 69? n² 69 പ്ലസ് 3 എന്താ? ഞാൻ ചെയ്ത് കാണിച്ചു തരാം. m ഈക്വൽ ടു k/n² + 3. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ m ഈക്വൽ ടു 3, k കൊടുത്തിരിക്കുന്നത് 3² 9 12, k വരുന്നത് 12 26 36 എന്നാണ് വാല്യൂ വരുന്നത്. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് m എന്താണെന്ന് വരും. m ഈസ് k എന്ന് പറയുമ്പോൾ 36 ഡിവൈഡ് ബൈ n² എന്ന് പറയുമ്പോൾ 69 പ്ലസ് 3 ദാറ്റ് ഈസ് 36/72. ദാറ്റ് ഈസ് 1/2 ആണ് ആൻസർ ഗൈസ്. 1/2 ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്ക്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പർ ഇസ് 48. The ratio of the two numbers is 7:3. What is the sum of the two numbers? എന്താ ഒരു പറഞ്ഞേക്കുന്നത്? 2 നമ്പർ തന്നിട്ടുണ്ട്, 7:3. ഇനി ഈ 2 നമ്പറിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 48. അപ്പോൾ ഡിഫറൻസ് എത്ര യൂണിറ്റാ? 7 - 3 എന്നാണ്. 4 യൂണിറ്റ്സ് ഈക്വൽ ടു 48. അപ്പോൾ 1 യൂണിറ്റ് എന്താണ് ഗൈസ്? പെട്ടെന്ന് 2 സെക്കൻഡ് സോൾവ് ചെയ്യണം. 1 2. ഇനി നമുക്ക് ആൻസർ എന്താ വേണം? വാട്ട് ഇസ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ്? Sum of the two numbers എന്താ? 10 units. 10 × 12 120 is the answer. 120 is the answer. Option D is the right answer.